ഗളദ്ധാനമാലം ചലദ്ഭോഗിമാലം ഗളാംബോധകാലം സദാദാനശീലം സുരാരാതികാലം മഹേശാത്മകാലം ലസത്കുണ്ട്രഭാലം ഭജേ ലോകമൂലം. ലസത്കുണ്ട്രഭാലം ഭജേ ലോകമൂലം. ലസത്തായ ഭാലം, ഭാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം, വിളങ്ങുന്ന നെറ്റിത്തടമുള്ളവൻ എന്നാണ് അർത്ഥം. ലസിച്ചുകൊണ്ടിരിക്കുക, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിപുണ്ഡ്രാകാരമായ ഭസ്മക്കുറി, ഭസ്മക്കുറി പൂശിയിരിക്കുന്നതായ വിനായകൻ പരമേശ്വരനും അത് തന്നെയാണ്. ഭാലത്തിൽ നെറ്റിത്തടത്തിൽ ഭസ്മക്കുറിയുള്ളവൻ ഗുരു വിനായകനെ വർണ്ണിക്കുകയാണ്. ഭാരതീയ സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമുള്ള സംസ്കാരമാണല്ലോ ശൈവ സംസ്കാരം. ശൈവ സംസ്കാരത്തിലാണ് ഭസ്മം പൂശുന്നതിന് വളരെ പ്രാധാന്യമുള്ളത്. ശിവം തന്നെയാണെല്ലാം. ശിവമയമായിരിക്കുന്നതായ കാഴ്ചപ്പാടിന് ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഭസ്മം പൂശൽ. വളരെ തത്വപരമായ കാര്യങ്ങളെല്ലാം അതിന് പിന്നിലിരിക്കുന്നു. വെറും ഒരു മതാചാരം മാത്രമല്ല അത്. അങ്ങനെയുള്ളതായ പരമേശ്വരൻ ഭജേ ലോകമൂലം, ലോകത്തിന് മൂലമായിരിക്കുന്നവനാണ്, ലോകത്തിന് കാരണമായിരിക്കുന്നവൻ, സർവ്വതിനും കാരണമായിരിക്കുന്നതായ പരമേശ്വരൻ. അതുകൊണ്ടാണല്ലോ പരം ആയിരിക്കുന്നതായ ഈശ്വരൻ അല്ലേ പരമേശ്വരൻ. അതിനപ്പുറം പിന്നെ ഒരു ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ദോഷമുണ്ടെന്ന് പറയും വേദാന്തത്തിൽ. അനവസ്ഥാ ദോഷം എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഒരിക്കൽ നടരാജഗുരുവിനോട് ഒരാൾ ചോദിച്ചു, ആദ്യത്തെ വണ്ടി എത്ര മണിക്കാണ്? 4 മണിക്കാണ്, രാവിലെ 4 മണിക്കാണ് എന്ന്. പിന്നെ അതിനു മുമ്പ് വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെയാണ്, അതൊരു ദോഷമാണ്, ഉത്തരം കിട്ടില്ല. അതുപോലെ ഈശ്വരന് മുന്നേ പിന്നെ ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. അങ്ങനെയുള്ളതായ ഒരു സങ്കല്പത്തെയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത്. സർവത്തിനും ഈശ്വരനായിരിക്കുന്നവൻ. കാരണം ഒരു സത്യാന്വേഷി തൻ്റെ സത്യാന്വേഷണ ശബരിയിൽ ജീവിച്ച് അവസാനം ഇനി ഒന്നും അന്വേഷിക്കുവാനില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതായ അന്തിമമായ നിലപാട്. അവിടെ വരെ നിൽക്കുകയാണ്, ഇനി അങ്ങോട്ട് പോകാനില്ല. യാതൊന്നാണോ അറിയേണ്ടത് അത് അറിഞ്ഞു കഴിയുമ്പോഴുള്ളതായ സംതൃപ്തിയിൽ വിരാജിക്കുന്നവൻ. യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാലാണോ ഇനിയൊന്നും അറിയാനില്ല എന്നുള്ള ഒരു നിലയിൽ എത്തിച്ചേരുന്നൊരവസ്ഥയാണ്. അവരാണ് നിർവൃതരായിട്ടിരിക്കുന്നത്, നിർവൃത മാനസരാണ്. അങ്ങനെ നിർവൃത മാനസനായിട്ടിരിക്കുന്നതായ ഗുരു, ആ ഗുരുവിനെയാണ് നമ്മളിവിടെ സ്മരിക്കുന്നത്. ഇതെല്ലാം വായിക്കുമ്പോഴും പഠനം നടത്തുമ്പോഴും അതിനെ ധ്യാനിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിർവൃത മാനസനായിരിക്കുന്ന ഗുരു പരമേശ്വരൻ എന്ന് പറയുമ്പോൾ ഗുരു തന്നെ പരമേശ്വരനാണ്, എല്ലാം അറിഞ്ഞവനാണ്. ഇനിയൊന്നും അറിയാനില്ല. ഒരിക്കൽ മുനിഗുരു ചാന്ദികോപനിഷത്തിൻ്റെ വ്യാഖ്യാനം എഴുതി കഴിയുമ്പോൾ പറയുകയുണ്ടായി, ഇനി എനിക്കൊന്നും പഠിക്കണമെന്ന് തോന്നാറില്ല. അപ്പോൾ ഗുരുക്കന്മാർ എത്തുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടാണ് അവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ അതുവരെ അന്വേഷകനായിരിക്കും, ജിജ്ഞാസുവായിരിക്കും. അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ജിജ്ഞാസ എല്ലാം ശമിക്കും. ഒരു ഉപശമനം ഉണ്ടാകും എല്ലാത്തിനും. അപ്പോഴാണ് ഈ ഭസ്മം പൂശുന്നത്.
ഭസ്മാന്തം ശരീരം. നമ്മളെവിടെയാണോ അവസാനം എത്തുന്നത്? ഭസ്മത്തിലാണ്. സമ്പൂർണമാണ്. പിന്നെ അതിനപ്പുറം മറ്റൊന്നുമില്ല. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാം ആദ്യ കാരണമായിരിക്കുന്നത് ഏത് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭസ്മക്കുറി അണിഞ്ഞിരിക്കുന്നതായ പരമേശ്വരനിലാണ്. വിനായകനും അത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരു സത്യാന്വേഷി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂലകാരണത്തെയാണ്. എൻ്റെ കാരണമായിരിക്കുന്നത് എന്ത്? ഞാൻ ആര്? എൻ്റെ പേരല്ല ഞാൻ, എൻ്റെ ശരീരമല്ല ഞാൻ. ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞാലും അത് അച്ഛനും മകനും തമ്മിലുള്ളതായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെ കിട്ടുന്നില്ല. അതൊരു റിലേറ്റീവ് ആൻസറാണ്, നോട്ട് ആബ്സല്യൂട്ട് ആൻസർ. അപ്പോൾ പരവുമായ ഒരു അർത്ഥത്തിൽ എത്തിച്ചേരുന്നത് വരെ നാം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ആരാണ് അന്വേഷിക്കുന്നത്? സത്യജിജ്ഞാസു. അല്ലാത്തവരൊന്നും അന്വേഷിക്കാറില്ല, ജീവിക്കുന്നു. അറിവുള്ളവൻ ജീവിതം നയിക്കുന്നു, അറിവില്ലാത്തവൻ ജീവിക്കുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇവിടെ ഒരു പരമേശ്വര സങ്കല്പത്തിൽ, ഒരു ശൈവ പാരമ്പര്യത്തിൽ നിന്നും നാം ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും മൂല കാരണമായിരിക്കുന്നത് പരമേശ്വരനാണെന്ന് പറയുമ്പോൾ സാഖ്യന്മാർ പറയും അത് മൂലപ്രകൃതിയാണ് എന്ന് പറയും. അമൂലം, എല്ലാത്തിനും മൂലമായിരിക്കുന്നത്. ഈ പ്രകൃതി എവിടെ നിന്നുണ്ടായി? അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ അഭാവം എന്തായിരുന്നു? ഭാവം എന്ന് പറഞ്ഞാൽ ഭവിച്ചതാണ്. ഭവിച്ചതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നതും ചെയ്യുന്നത്. ഈ പ്രകൃതി എവിടെ നിന്നുണ്ടായി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ എല്ലാവർക്കും. ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന് ഒരുവൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഭാവത്തിന് മുമ്പ് ഒരു അഭാവം ഉണ്ടായിരുന്നു എന്നർത്ഥം അല്ലേ? ഒരു മൺകുടം കണ്ടിട്ട് ഈ മൺകുടം എവിടെ നിന്നുണ്ടായി? അത് കളിമണ്ണിൽ നിന്നുണ്ടായി. അപ്പോൾ കുടത്തിൻ്റെ പ്രാഗ്ഭാവം എന്ന് പറയുന്നത് കുടത്തിൻ്റെ അഭാവമാണ്. അഭാവം എന്ന് പറയുന്നത് മണ്ണാണ്. മണ്ണിന് രൂപാന്തരം സംഭവിച്ചത് മാത്രമാണ് അല്ലേ? അതുപോലെ ഈ പ്രപഞ്ചത്തിന് ഭാവമുണ്ടായെങ്കിൽ അതിൻ്റെ അഭാവം എന്തായിരുന്നു? അത് മൂലപ്രകൃതിയാണ് എന്ന് സാഖ്യന്മാർ പറയും. ആരാണ് സാഖ്യന്മാർ? സാഖ്യമുനിയുടെ പരമ്പരയാണ്. നമുക്ക് 6 ദർശനശാസ്ത്രങ്ങളുണ്ടല്ലോ: ന്യായം, വൈശേഷ്യം, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ. സാഖ്യന്മാർ ഗംഭീരന്മാരാണ് അറിവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ വേദാന്ത ശാസ്ത്രങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വരുന്നത് ഏറ്റവും അവസാനമാണ്. അതിന് മുന്നേ പഠിക്കേണ്ട ശാസ്ത്രങ്ങളാണിതല്ല. ഉത്തരമീമാംസ വരെ വരുന്നതായ സന്ദർഭത്തെ വിലയിരുത്തുമ്പോൾ അതിന് മുന്നേ 5 ഒരു ജ്ഞാനസരണികൾ ഇവിടെ ഇരിക്കുന്നു. അതാണ് ഈ ന്യായവും വൈശേഷവും സാഖ്യവും യോഗവും. പൂർവമീമാംസ, മീമാംസകൻ ആരായിരുന്നു? ജൈമിനിയാണ്. വ്യാസൻ്റെ ശിഷ്യനാണ് ജൈമിനി. വ്യാസൻ എന്താ അവതരിപ്പിക്കുന്നു? ഉത്തരമീമാംസ. എന്താണ് ഉത്തരമീമാംസ? അത് വേദാന്തമാണ്. ഏതിലൂടെ അവതരിപ്പിക്കുന്നു? ബ്രഹ്മസൂത്ര രചനയിലൂടെ. എന്താണോ അന്തിമമായി പറയുവാനുള്ളത് അത് പറഞ്ഞിരിക്കുന്നു. ശിഷ്യൻ എന്ത് ചെയ്തു? അപ്പോൾ അതിൻ്റെ പൂർവമായിരിക്കുന്നത് ഏതോ അതിനെ പറയുന്നു. ഗുരു എന്ത് പറയുന്നു? ഉത്തരമായിരിക്കുന്നതിനെ പറയുന്നു. മനസ്സിലായില്ലേ? ഒന്ന് കർമ്മവും, ഒന്ന് കർമ്മകാണ്ഡവും, ഒന്ന് ജ്ഞാനകാണ്ഡവുമാണ്. അപ്പോൾ ഇവിടെ സാഖ്യ ഫിലോസഫി
നമുക്ക് തരുന്നതായ ഒരു ദർശനം ഭാരതീയ ദർശനശാസ്ത്രങ്ങളിലെ വളരെ ഗരിമയുള്ള ശാസ്ത്രമായിരിക്കുന്നതായ സാങ്ക്യദർശനമാണ്. അതിൽ സാങ്ക്യൻ പറയുന്നു, ഈ പ്രകൃതിക്ക് മൂലകാരണമായിരിക്കുന്നത് മൂലപ്രകൃതിയാണ്. ആ മൂലപ്രകൃതി അവ്യക്തമാണ് താൻ. അങ്ങനെ അവ്യക്തമായിരിക്കുന്നതായ മൂലപ്രകൃതിയിൽ നിന്നാണ് ഈ പ്രകൃതി പരിണമിച്ചുണ്ടായിരിക്കുന്നത് എന്ന് സാങ്ക്യമതം. മൂലമെന്ന് പറഞ്ഞാൽ വേര് അല്ലേ? ഒരു വൃക്ഷത്തിന് എങ്ങനെയാണോ തായ്വേര് ഉണ്ടായിരിക്കുന്നത്, അതുപോലെ ഈ സമസ്ത പ്രപഞ്ചത്തിനും ഒരു തായ്വേരുണ്ട്. അത് അജ്ഞാതമാണ്. നമ്മുടെ അറിവിനെ അത് വിഷയീഭവിക്കുന്നില്ല. നമ്മളുടെ ഉറവ തേടി പോകുമ്പോൾ നമുക്കും നമ്മുടെ പിന്നിൽ ഒരു വേര് ഉണ്ടെന്ന് നമ്മൾ അറിയും. നമ്മുടെ മൂലം എവിടെയാണ്? അനേകായിരത്താണ്ടുകളിലൂടെ വന്നിട്ടുള്ളതായ ഒരു ജൈവിക പ്രക്രിയ എന്ന് തുടങ്ങിയെന്നോ എന്ന് അവസാനിക്കും എന്നോ പറയുവാനൊക്കാത്ത മാതിരി തികച്ചും ഒരു അനർവചനീയമായ ഒരു തലത്തിലൂടെയാണ് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മൂലം തേടുന്നത്. ഒരു സംസ്കൃതിയുടെ ഒരു പരിണാമ പ്രക്രിയയോടുകൂടി ചേർത്തല്ലേ അതിനെ കാണാൻ കഴിയും. സംസ്കരിക്കപ്പെടുകയാണ്. ഓരോ ജന്മങ്ങളിലൂടെയും ഇങ്ങനെയുള്ളൊരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സംസ്കരണം നടന്നിട്ടുണ്ട്. ഈ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഇരുന്ന് ഒരു ഹോമം ചെയ്യുവാൻ കഴിഞ്ഞത്. വീണ്ടും ഈ സംസ്കരണം തുടർന്നുകൊണ്ടേയിരിക്കണം. തപസ്സാണ് സംസ്കരണം എന്ന് പറയുന്നത്. തപിപ്പിക്കുകയാണ്. ഇങ്ങനെ തപിപ്പിച്ച് റിഫൈൻ ചെയ്തെടുക്കുന്നു, വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ തിളങ്ങണം നമ്മുടെ വ്യക്തിസത്ത, പ്രകാശമാനമായി തീരണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം എന്നുള്ള നിലയിൽ നമ്മൾ വൈദികമായ സംസ്കൃതിയോട് ചേർന്ന് ഇണങ്ങി നിന്നുകൊണ്ട് തന്നെ ജ്ഞാനപ്രധാനമായ തലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. താത്വികമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് വരുന്നു. അതിനെ ധ്യാനഗമ്യമാക്കി തീർക്കുന്നു. ട്രാൻസ്മിഷൻ ഫ്രം വേദിസം ടു വേദാന്ത. കർമ്മപരതയിൽ നിന്നും ജ്ഞാനപരതയിലേക്കുള്ളൊരു പ്രയാണമാണത്. ആദ്യം ഹോമം ചെയ്തു, പിന്നെ ജ്ഞാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിചിന്തനം ചെയ്യുന്നു, മനനം ചെയ്യുന്നു. എത്രയോ സമഗ്രമായിട്ടാണ് ഗുരുക്കന്മാരിത് നമുക്ക് വിളക്കി തന്നിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് അതിൻ്റെ സമ്പൂർണത കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെ എല്ലാം അന്തിമ ലക്ഷ്യമായിരിക്കുന്നത് നമ്മുടെ മൂലത്തെ തേടുക എന്നതാണ്. നമ്മുടെ ഉറവ ഏതാണ്? ഞാൻ എവിടെ നിന്നും വന്നു, എവിടേക്ക് പോകുന്നു? ഇതൊരു നിരന്തരതയാണ്. ഈ നിരന്തരതയുടെ സന്ദർഭത്തിൽ നാം നമ്മെ കണ്ടെത്തണം. ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ, ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് നിരന്തരമായ ഒരു ഒഴുക്കാണ്. ഗളഗാനമാലം നിർഗളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ സന്ദർഭത്തിൽ എവിടെയാണ് നാം നമ്മെ കോറിയിട്ടിരിക്കുന്നത്? നമ്മുടേതായ ഇടം എവിടെയാണ്? ആ ഇടം കണ്ടെത്തുക എന്നുള്ളതാണ് ആധ്യാത്മികമായ പഠനത്തിൻ്റെ, ജീവിതത്തിൻ്റെ, തപസ്സിൻ്റെ ലക്ഷ്യമായി. പരമേശ്വരൻ്റെ നെറ്റിത്തടത്തിലെ ഭസ്മം കാണുമ്പോൾ അത് തന്നെയാണ് വിനായകനിലെ നെറ്റിത്തടത്തിലെ ഭസ്മവും എന്ന് മനസ്സിലാക്കുന്നിടത്ത് അവിടെ ഒരു അഭേദ ദർശനമുണ്ട്. അവിടെ എല്ലാം സമന്വയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സമന്വയ ദർശനമാണ്.
ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നില്ലേ, അത്ര ഗംഭീരമായിട്ടാണ് അതെല്ലാം അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്താണ്? ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമണിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയും മറ്റു മഹസ്സിലാണിടയണം. വിനായകാഷ്ടകത്തിലെ ഈ രസത്പുണ്ട്രഫാലം എന്ന് പറയുന്നതിന് ആത്മോപദേശ ശതകത്തിൽ കുറച്ചുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് കിടന്ന് വിസ്തരിക്കുന്നു. വിനായകാഷ്ടകത്തിൽ അതിനെ കാച്ചിക്കുറുക്കി പറയും. രസത്പുണ്ട്രഫാലം ഭജേ ലോകമുള്ള ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമണിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയും മറ്റു മഹസ്സിലാണിടയണം. ത്രിഗുണമയം, ത്രിഗുണമയം എന്ന് പറയുമ്പോൾ 3 ഗുണങ്ങളാണ്. ഏതൊക്കെയാണ് ഈ 3 ഗുണങ്ങൾ? സത്വരജോ തമോ ഗുണങ്ങൾ. ഗുണങ്ങളെ ചുട്ട് നീറാക്കണം എന്ന് പറഞ്ഞാൽ ഗുണാതീതനായി തീരണം. ഇപ്പൊ ഗുണങ്ങളുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇംബാലൻസ്ഡ് സ്റ്റേറ്റാണ്. ഇപ്പോൾ എവിടെയാണോ പ്രകൃതിയിൽ ഇംബാലൻസിങ് നടക്കുന്നത്, മൂലപ്രകൃതിയിൽ ഒരു ഇംബാലൻസിങ് നടന്നു, അതാണ് പ്രകൃതിയായിട്ടത് ഭാവം പാറുന്നത്. സത്വഗുണം മുന്നിലേക്ക് വരും. അപ്പോൾ സത്വഗുണപ്രധാനമായിട്ടുള്ളതെല്ലാം ആവിർഭവിക്കും. രജോ ഗുണം മുന്നിലേക്ക് വരുമ്പോൾ രജോ ഗുണപ്രധാനമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് ഉണ്ടാവും. തമോ ഗുണം ഡോമിനൻ്റ് ആകുമ്പോൾ അതിൻ്റെ പ്രഭാവം ഉണ്ടാവും. ഇത് സമ്മിശ്രമാണ് തന്നെ. ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ആവിർഭൂതമായി വരുന്നുവോ അതിലെല്ലാം ഈ 3 ഗുണങ്ങളും സമ്മിശ്രമായിട്ടിരിക്കുന്നു. മൂലപ്രകൃതിയിൽ ഈ 3 ഗുണങ്ങളും സാമ്യാവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ അവ്യക്തമാണ്. ഏതെങ്കിലും ഒരു ഗുണം അതിൻ്റെ പ്രഭാവം കാണിച്ചാൽ ആ സാമ്യത പോകും. അസാമ്യതയിൽ ഇത് വിജൃംഭിക്കും. ആയുർവേദത്തിൽ 3 ദോഷങ്ങളെപ്പറ്റി പറയില്ലേ? ഏതൊക്കെയാണ്? വാദം, പിത്തം, കഫം. അല്ലേ? വാദവും പിത്തവും കഫവും സാമ്യാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ദോഷവുമില്ല, ഒരു അസുഖങ്ങളുമില്ല. അല്ലേ? അപ്പോൾ വൈദ്യന്മാരെന്താ ചെയ്യുക? ഒരു രോഗി തൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ രോഗം കഫജന്യമാണോ വാതജന്യമാണോ പിത്തജന്യമാണോ എന്ന് നോക്കും. അപ്പോൾ പിത്തം കോപിച്ചിരിക്കുന്ന ഏതൊരു അസുഖമാണെങ്കിലും കൊള്ളാം, പിത്തത്തെ ശമിപ്പിച്ചു കഴിഞ്ഞാൽ ആ രോഗം കുറയും. ഈ 3 ദോഷങ്ങളും സാമ്യാവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് വൈദ്യൻ ശ്രമിക്കുന്നത്. അപ്പോൾ രോഗങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എന്നതുപോലെ 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ ഇത് പ്രളയമാണ്, ലയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നു? നമ്മളുടെ ഈ ഗുണങ്ങൾ, നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഗുണങ്ങളൊക്കെ തന്നെ അത് അസാമ്യതയിലാണ്. അപ്പോൾ എന്തുണ്ടായിരിക്കുന്നു? സർവ്വവിധ ക്ലേശങ്ങളും ഉണ്ടായിരിക്കുന്നു. ഗുണാധീനമാണ്. ഗുരുക്കന്മാർ നമ്മളെ ഉപദേശിക്കുന്നതെന്നാണ് ഗുണാതീതനായി തീരുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ ത്രിഗുണമയം, ഗുണങ്ങളെ ചുട്ട് വെണ്ണീറാക്കണമെന്ന് പറയുന്നു. ഇവിടെ ഇന്ന് നമ്മുടെ ഹോമാഗ്നിയിൽ ഓരോ സമത്തുകൾ അർപ്പിക്കുമ്പോൾ ഈ സമത്തുകളിലൊക്കെ ഈ സത്വരജോ തമോ ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് ഘനീഭൂതമായിരിക്കുന്നത്. അതിനെ നമുക്ക് പ്രകടമായിരിക്കുന്നതായ ഒരു അഗ്നിയിലേക്ക് തന്നെ ഹോമിച്ച് അതിൻ്റെ ഗുണങ്ങളെയെല്ലാം നിശ്ചഷ്ടമാക്കിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളതായ ഗുണങ്ങളെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം? ഇതേ അഗ്നി പോലെ നമ്മളിൽ വർത്തിക്കുന്നതായ ഒരു അഗ്നിയുണ്ടല്ലേ, അത് തപോജന്യമായ അഗ്നിയാണ്. അപ്പോൾ തപസ്സാകുന്ന അഗ്നിയിലേക്ക് നമ്മുടെ ഗുണങ്ങളെ ആഹുതി ചെയ്യപ്പെടണം. അഹമിത്യാജ്യം ജുഹോമി വിഷയായിതി സമിതോ ജുഹോമി.
ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ അനേക തരത്തിലുള്ളതായ അസാമ്യതകൾ സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തെ ക്ലേശപൂർണ്ണമാക്കി വെച്ചിരിക്കുന്നതായ ഏത് ഗുണങ്ങളൊക്കെ ഉണ്ടോ ആ ഗുണങ്ങളെയൊക്കെ തന്നെ സദാസമയവും നിരന്തരമായി ഹോമിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നർത്ഥം. ചുട്ടു വെണ്ണീറാക്കണം. സത്വരജോ തമോ ഗുണങ്ങളെ ചുട്ടു നീറാക്കിയിരിക്കുന്നു. ത്രിഗുണമയം തിരുനീറണിഞ്ഞ്, ആ തിരുനീറാണ് ശിവൻ അണിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശിവൻ ഗുണാതീതനാണ് എന്നർത്ഥം. അതിനെ ഇടയ്ക്ക് സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് കുളിയെല്ലാം കഴിഞ്ഞ് വന്നെടുത്ത് ഭസ്മം പൂശി. തിരുനീറണിഞ്ഞ ഭസ്മം പൂശിയിരിക്കുന്നതായ ഒരു ഈശൻ, ആ ഏകനായ ഈശൻ, അങ്ങനെയുള്ള ഈശനെ ഇവിടെ പൂജിക്കുന്നു. എങ്ങനെയാണ് പൂജിക്കുന്നത് അങ്ങനെയുള്ള ഈശനെ? അകമലരിട്ട് പൂജിക്കണം. നമ്മുടെ മനസ്സാണ് ഈ അകമലരെന്ന് പറയുന്നത് അല്ലേ? ഈ അകമലരാണ് മുഴുവനും പ്രശ്നങ്ങളൊക്കെ കാരണം. മനസ്സിനെ ഇവിടെ പുഷ്പമായി കാണുകയാണ്. ഈ മനസ്സിനെ പുഷ്പമായി കാണാൻ ഗുരു പഠിപ്പിക്കുകയാണ്. ക്ലേശസങ്കുലമായ ജീവിതത്തിന് കാരണമായിരിക്കുന്ന ഈ മനസ്സിനെ ഗുരു നിഷേധഭാവത്തിലല്ല കാണുന്നത്, പ്രസാദാത്മകമായി കാണും, മലരായി കാണും. എങ്ങനെയാണോ പാർവതി അല്ലെങ്കിൽ ഉമ വനത്തിൽ നിന്ന് പുഷ്പങ്ങൾ, വനപുഷ്പങ്ങൾ എടുത്ത് മഹേശനെ പൂജിച്ചത്, ആ സ്ഥാനത്ത് ഗുരു പറയുന്നു അകമലരിട്ട് പൂജിക്കുക. ഈ മനസ്സിനെ തന്നെ അങ്ങ് പൂജിച്ച് അത് ഭഗവാനെ തന്നെ അങ്ങ് അർപ്പിക്കുക, ശിവന് തന്നെ അങ്ങ് അർപ്പിക്കുക. ശിവനാണെങ്കിലോ തീവ്ര വൈരാഗിയാണ്, ശ്മശാന വൈരാഗിയാണ്. കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ 1000 ആണ്ടുകൾ ഇരുന്ന് കളയും. അതങ്ങനെയാണ്. ഒരു യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ മാതൃകയായിരിക്കുന്നത് ശിവനാണ്. അത്ര തീവ്ര വൈരാഗ്യത്തോടു കൂടി സദാസമയവും ഭാവാതീതമായിരിക്കുന്ന ഗുണാതീതമായിരിക്കുന്നതായ ധ്യാനപരതയിൽ കാലങ്ങളെ മറന്നിരിക്കുന്നതായ ഒരത്ഭുതം. അതിലേക്ക് നമ്മുടെ അകമലിനെ അർപ്പിക്കുക. അങ്ങനെ അകമലിരിട്ട് വണങ്ങി നിൽക്കണം. നമ്മൾ ചിന്മുദ്രയിലൊക്കെ പിടിക്കില്ലേ? ചിന്മുദ്ര ഇങ്ങനെയല്ലേ പിടിക്കുക? ത്രിഗുണങ്ങളാണത്, സത്വരജോ തമോ ഗുണങ്ങൾ. വണങ്ങണം. ഇത് അബ്സല്യൂട്ട് ട്രൂത്ത് ഓർ ബ്രഹ്മ ഓർ പരമേശ്വര. ത്രിഗുണങ്ങളെ ധരിച്ച് വണങ്ങി, ഏതിലേക്ക് വണങ്ങാം? പരമേശ്വരനിലേക്ക് വണങ്ങി ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് ചിന്മുദ്ര. ഇങ്ങനെ നമസ്കരിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തണുപ്പിക്കണം. ഇന്ദ്രിയങ്ങളെപ്പോഴും ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുക. വിഷയങ്ങളുമായിട്ട് ഇടപെട്ട് ഇന്ദ്രിയങ്ങൾക്ക് വിശ്രമമില്ലല്ലോ. ജാഗ്രതയിലിരുന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രഭാവമുണ്ട്. സ്വപ്നം കാണുമ്പോഴും ഇന്ദ്രിയങ്ങൾക്ക് പ്രഭാവമുണ്ട്. മനസ്സാകുന്ന ഈ ഇന്ദ്രിയങ്ങളുടെ മുഴുവനും സമാഹൃത ഭാവമല്ലേ മനസ്സ്. അവിടെ വിഷയങ്ങളാണ്. ചിലർക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ സ്വപ്നം കാണുകയാണെന്ന്. നേരം വെളുക്കട്ടെ, പരിഹരിക്കാം എന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നുണ്ട് സ്വപ്നത്തിൽ. നേരം വെളുത്ത് കണ്ണ് തുറന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഓ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ സ്വപ്നം കണ്ടതാണ്. അപ്പോൾ സ്വപ്നം പോലും എത്രയോ സുദൃഢമാണ്. ഇനി സുഷുപ്തിയിൽ പോയാലോ?
നാം സുഖമായിട്ട് ഉറങ്ങിയെന്ന് അറിയുന്നതായ ഒരു വൃത്തി അവിടെ നടക്കുന്നുണ്ടല്ലോ. അവിടെയും അതിസൂക്ഷ്മമായ തലത്തിൽ നിദ്ര പോലും വൃത്തിയായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വർത്തിക്കുന്നു. അപ്പോൾ ജാഗ്രത ആയാലും കൊള്ളാം, സ്വപ്നമായാലും കൊള്ളാം, സുഷുപ്തി ആയാലും കൊള്ളാം, തുര്യാതീതമായിരിക്കുന്നതായ അവസ്ഥയിലുണ്ടാകുന്നതായ ആനന്ദം ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. ജാഗ്രതയെ അപേക്ഷിച്ച്, സ്വപ്നത്തെ അപേക്ഷിച്ച് നിദ്ര സുഖമാണെന്നേ ഉള്ളൂ. പക്ഷെ നിദ്രയിൽ നിന്നും നമ്മുടെ ജീവൻ ഓർ അന്തസത്ത തൈജസഭാവം കൊണ്ടിട്ട് സ്വപ്നത്തിലേക്ക് പോകും. അപ്പോൾ അവിടെ ഭാവം മാറും. സൂക്ഷ്മമായ അല്ലെങ്കിൽ ഗൂഢമായ നിദ്ര അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ ആത്യന്തികമായ സുഖത്തിന് എന്ത് വേണം? ജാഗ്രതയും വേണ്ട, സ്വപ്നവും വേണ്ട, സുഷുപ്തിയും വേണ്ട എന്ന് തീരുമാനിക്കണം. അഥവാ ഇതിനെയൊക്കെ അതിവർത്തിക്കുവാനുള്ളതായ കെൽപ്പുണ്ടാവും. ആ കെൽപ്പ് എവിടെ നിന്നുണ്ടാവും? ഇന്ദ്രിയങ്ങളെല്ലാം തണുത്ത് തണിഞ്ഞ് ആറിത്തണുക്കണം, ചൂടായിട്ടിരിക്കുകയാണ്. കാണുന്നതെല്ലാം വേദനിപ്പിക്കുന്നത്, കേൾക്കുന്നതെല്ലാം വേദനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ട് അനുഭവത്തിൻ്റെ, ശാന്തമായ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് നമുക്കൊന്ന് മാറാൻ എന്താ ഒരു മാർഗം? ആ വണങ്ങി സമർപ്പിക്കുക, ധ്യാനം. നിരന്തരമായ ഒരു ധ്യാനം നമുക്കുണ്ട്. അതിനാണ് യോഗ പദ്ധതിയിൽ സദാഗതി എന്ന് പറയുന്നത്. സദാസമയവും പ്രാണനെ ശ്രദ്ധിക്കുക. പ്രാണൻ പ്രചലിതമാണ്. അത് എല്ലാത്തിനെയും കർമ്മോന്മുഖമാക്കുവാനുള്ള ശക്തിയുള്ളതാണ്. അത് ഏറ്റവും സൂക്ഷ്മതലത്തിൽ മനസ്സിനെ പ്രചലിതമാക്കിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സ് ഇന്ദ്രിയങ്ങളോടുകൂടി ചേർന്നുകൊണ്ട് കൂടുതൽ ചലനോന്മുഖമായിട്ടിരിക്കുന്നു പ്രാണന്റെ ശക്തി കൊണ്ട്. അതുകൊണ്ട് എന്ത് വേണം? പ്രാണാപാന സമീകരണം ചെയ്തുകൊണ്ട് പ്രാണൻ എവിടെ നിന്നാണോ ഉദയം ചെയ്തത് അവിടെ അതിന് ലയമുണ്ടാകുവാൻ പോരുന്ന തരത്തിലുള്ളതായ ഒരു സമീകരണം ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും നാം നമ്മുടെ ചിന്തകളെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു. ഇല്ലെങ്കിൽ മനസ്സ് സദാസമയവും ഇന്ദ്രിയങ്ങളിലൂടെ വെളിയിൽ പോയും ബാഹ്യവിഷയങ്ങളുമായി ഇടപെട്ടുകൊണ്ട് അശാന്തമായി കഴിയുന്നു. നമ്മുടെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയണമെങ്കിൽ എന്ത് വേണം? പ്രാപഞ്ചിക പ്രാണനിൽ നിന്നും ഉൾവലിഞ്ഞ് പ്രാപഞ്ചിക പ്രാണനെ തൻ്റെ അന്തസത്തയിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് ആധ്യാത്മിക പ്രാണനായി പരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ കഴിയണം. അതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. നിലവിലുള്ള ശ്വാസഗതിയെ നിയന്ത്രിച്ച് അത് സ്വാഭാവികമായ രീതിയിൽ നിയന്ത്രണം വരും. ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് സൂക്ഷ്മമാവുന്നു. അതിന് ദൈർഘ്യത വർദ്ധിക്കുന്നു. അപ്പോൾ അത് ശാന്തമാകുന്നു. ഇങ്ങനെ പ്രാണന്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്നതായ ഗതി ശാന്തമാകുമ്പോൾ മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമാകുമ്പോൾ തൻ്റെ ഉള്ളം ഒരു അന്തശോഭ കൊണ്ട് നിറയും, ശാന്തമായി. അപ്പോൾ ഒരു തൃപ്തി, ഒരു നിർവൃതി എല്ലാം അവിടെ ഉണ്ടാവും. വെളിയിലേക്ക് പോയി 100 വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ
ഇതെല്ലാം നഷ്ടപ്പെടുന്നു. സാഹചര്യങ്ങൾ നമ്മെ പല വിഷയങ്ങളിലേക്കും വലിച്ചിഴക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഓം ശാന്തി 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 എന്ന് പ്രാർത്ഥിക്കുക. എന്നെ ഇങ്ങനെ വലിച്ചിഴക്കപ്പെടല്ലേ. ഇരിക്കുന്ന ഇടത്ത് തന്നെ ഇരുന്നു കൊണ്ട് എനിക്ക് സമാധാനം ഉണ്ടാകണമേ, ശാന്തി ഉണ്ടാക്കി തരണമേ. സ്വയം മനസ്സിലാക്കുന്നു. സ്വയം ഒരു കർമ്മപരിഭാഗം വരുന്നത് വരെ ആവശ്യമില്ലാത്ത കർമ്മങ്ങളിൽ പോയി ചെന്ന് പെടുകയാണ്. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ അതിൽ നിന്നെല്ലാം ഉൾവലിയുവാനുള്ളൊരു പ്രാർത്ഥന ഇത് സാഖ്യമന്യ പറഞ്ഞതെന്നാണ്. അതിദൈവികമായ ശാന്തിയും അതിഭൗതികമായ ശാന്തിയും ആധ്യാത്മികമായ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് സാഖ്യമന്യാണ്. മറ്റ് ദർശനശാസ്ത്രങ്ങൾ അത് കടം കൊണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശാന്തി തേടി നാം അലയുമ്പോൾ സാഖ്യമുനിയെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? ഏതൊരു ഗുരുക്കന്മാരും എത്രയോ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ ശാന്തിക്ക് വേണ്ടി മാത്രമല്ല ജീവിച്ചത്, ലോകത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി. അതുകൊണ്ട് നാം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു സരളതയും അതിൽ നിന്ന് വിരമിക്കാതെ അകമേ പ്രശാന്തമായ മനസ്സോടുകൂടി ഒരു ധ്യാനപരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അങ്ങനെ കഴിയത്തക്ക തരത്തിലേക്ക് ജീവിതത്തെ ആയോജനം ചെയ്യുവാനുള്ളതായ ഒരു സഹജമായ തീരുമാനം നമ്മുടെ ഉള്ളിൽ ഉദിച്ചേ മതിയാവും. എല്ലാം സഹജമാണ്, സഹജമായിരിക്കണം. കാരണം യാന്ത്രികമായി ഒന്നും തന്നെ ഇവിടെ വിലപ്പോകുന്നതല്ല. അപ്പോഴേ ജീവിതത്തിൽ ശാന്തി ഉണ്ടാവുകയുള്ളൂ. അത് ആത്യന്തികമായ ശാന്തിയാണ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട് പീസ്. സകലമഴിഞ്ഞ് എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മുക്തനാവണം. കെട്ടുപാടുകളെല്ലാം ഒരർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. എട്ടുകാലി അത് സ്വയം ഉണ്ടാക്കിയതാണ് അതിൻ്റെ വേല. ആ വലയിൽ തന്നെ അത് ജീവിതം അവസാനിപ്പിക്കുകയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്, വലകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിദ്യ നേരത്തെ അറിയണം, കൂടുതൽ വലകൾ ഉണ്ടാക്കാതിരിക്കാൻ. എത്രയും നേരത്തെ ഈ വിദ്യ അറിഞ്ഞാൽ വലകളുടെ കണ്ണിയുടെ എണ്ണം കുറയ്ക്കുക, ബാക്കിയുള്ള കണ്ണികൾ തപസ് ചെയ്ത് മാറ്റുക. അഭ്യാസ വൈരാഗ്യാഭ്യാം തൻ നിരോധ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അതിനെ നിരോധിക്കണം. ബാക്കിയുള്ളതിന് ഉണ്ടായിപ്പോയി. ഇതെല്ലാം പൂർവാർജിതമാണ് ഇപ്പോഴുള്ള കെണികൾ, അല്ലേ? പിന്നെ ഇപ്പോൾ വന്ന് ഭവിച്ചിട്ടിപ്പോൾ എത്ര വർഷമായോ അത്രയും വർഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ ജീവിതാനുഭവങ്ങൾ, മാനസിക പ്രക്രിയകൾ, സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ളതായ വ്യവഹാരങ്ങൾ. ബുദ്ധിമാൻ എന്ത് ചെയ്യും? ഇത് അപകടമാണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ട് ഗുരു എന്തു പറയുന്നു? സകലം അഴിഞ്ഞ് സകലത്തിനെയും അഴിച്ചു കളയാം, എല്ലാ കെട്ടുകളെയും അഴിച്ചു കളയാം. അങ്ങനെ അഴിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ മുക്തനായിക്കൊണ്ടിരിക്കും. മുക്തി വേണ്ട, തണിഞ്ഞ്. ഇതൊരു ഭാഷയാണ്, തണിഞ്ഞ് പുറമേ എത്ര മഴ ഉണ്ടായാലും തണുപ്പുണ്ടായാലും അകമേ ചൂട് ശമിപ്പിക്കുവാൻ അതിന് കഴിയില്ല. അവിടെയാണ് ഗുരുക്കന്മാരുടെ അമൃതവചനങ്ങൾ നമ്മളെ തണുപ്പിക്കും. അല്ലാതെ കഴിയുമോ? അല്ലെങ്കിൽ സ്വയം കഴിയണം.
നമുക്ക് സ്വയം കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഗുരുവിങ്കൽ പോയി ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഗുരുസവിധത്തിലിരിക്കുമ്പോൾ ഗുരുവിൻ്റെ ഉപദേശം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഉപദേശം കേട്ടില്ല എങ്കിൽ പോലും ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ശാന്തി ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഗുരു ശാന്തനാണ്. ശാന്തനായിരിക്കുന്ന ഒരുവിൻ്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ നമുക്ക് ശാന്തി ഉണ്ടാവും. അശാന്തനായ ഒരാളുടെ അടുത്ത് ചെന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അശാന്തി ഉണ്ടാവും. മുഴുവനും സങ്കടങ്ങളും പരിദേവനങ്ങളും പ്രശ്നങ്ങളും. അതുകൊണ്ട് ഗുരു തന്നെയാണ് പരമം. ഈ ജീവിതത്തിൽ ഈ ചൂടുകളൊക്കെ ഒന്ന് ഇല്ലാതാക്കി കളയണം. കേവലത്തിൻ മഹിമയുമറ്റ് കേവലമായിരിക്കുന്ന ആ സത്യത്തെ അറിയുക എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്, അല്ലേ? ഈ ഗുരുക്കന്മാരെല്ലാം പഠിപ്പിക്കുന്ന എന്താണ്? കേവല സത്യത്തെ അറിയണം, കേവലമായിരിക്കുന്നതിനെ അറിയണമെന്നല്ലേ പറയുന്നത്, അല്ലേ? ഇതെല്ലാം ഗുരുക്കന്മാരാദ്യം പറയും. എന്നിട്ട് എന്ത് പറയുന്നു എന്നറിയാമോ? ഈ കേവലമായ സത്യത്തെ അറിയണമെന്നുള്ള ആ ആഗ്രഹം കൂടി നീ കളയണം. അതൊരു ആഗ്രഹമാണ്. എനിക്ക് പരമമായതിനെ അറിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്നിട്ട് പരമമായതിനിട്ട് അറിയുകയില്ല, ആ ദുഃഖം അവശേഷിക്കും. ആലോചിച്ച് നോക്ക്, ഗുരുവൊക്കെ ആത്മോപദേശ ശതകത്തിൽ പറയുന്നില്ലേ? അതുമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിതമൃതമെന്ന് തെളിഞ്ഞ ധീരനായി സടസതതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി അമർന്നിടേണം. അതുമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞ ധീരനായി സദസതതി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി അമർന്നിടേണം. അതുമല്ല ഇതുമല്ല, അതിൻ്റെ പുറകെയും പോകണ്ട, ഇതിൻ്റെ പിന്നാലെയും പോകണ്ട. സദർത്ഥമല്ലഹം, അഹം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത് സത്യൻ്റെ അർത്ഥവുമല്ല. കാരണം അങ്ങനെ ഒരു അർത്ഥം പറയാൻ നോക്കാത്തതാണ്. അതുമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിദാമൃതമെന്ന് തെളിഞ്ഞ ധീരനായി, സച്ചിദാനന്ദമാണെന്നറിഞ്ഞുകൊണ്ട് ആ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ധീരനായിട്ടിരിക്കാൻ. ഞാൻ സച്ചിദാനന്ദനാണ്. എൻ്റെ അഹം എന്ന് പറയുന്ന അഹംബോധം എന്ന് പറയുന്നത്, ആ ശുദ്ധമായ ബോധം എന്ന് പറയുന്നത് അത് സച്ചിദാനന്ദമാണ്. ആത്മോപദേശ ശതകത്തിലെ അവസാനത്തെ ശ്ലോകമാണത്, 100-ാമത്തെ. സച്ചിദമൃതമെന്നു തെളിഞ്ഞ ധീരനായി സദസതതി പ്രതിപത്തിയേറ്റ്. നമ്മൾ പറയാറില്ലേ, സത്സംഗം വേണം. ഗുരുകുല സത്സംഗം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്ത് പറയും? നിസ്സംഗത്വം വേണമെന്ന് പറയും. സത്സംഗം എന്ന് പറയുമ്പോഴല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ പറയും സത്യനോട് സംഘമൊന്നും വേണ്ട, നിസ്സംഗത്വമാണ് വേണ്ടത്. സദസതതി പ്രതിപത്തിയേറ്റ്, സത്യനോടും പ്രതിപത്തി വേണ്ട, അസത്യനോടും പ്രതിപത്തി വേണ്ട. സദസതതി പ്രതിപത്തിയേറ്റ്, അറ്റ് പോണം. സത് എന്ന് ഓം ഇതി മൃദുവായി അമർന്നിടേണം. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ആ ഓമിൽ, ആ പ്രണവത്തിൽ അമർന്ന് അത് മാത്രമായി തീരുക. ആധ്യാത്മികമായിട്ട് അറിയാൻ ഇതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ കവിത എഴുതാൻ ഇഷ്ടമുള്ളത് കൊണ്ട് കവിത എഴുതിക്കൊണ്ടിരിക്കും, ഗായകൻ പാടിക്കൊണ്ടിരിക്കും. ഗുരുക്കന്മാരുടെ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുവാനും കേട്ടുകൊണ്ടേയിരിക്കുവാനും ഇഷ്ടമുണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നാരായണ ഗുരു ആത്മോപദേശ ശതകം പറഞ്ഞു വയ്ക്കുന്നത് അത്രയാണ്. ബാക്കി 99 ശ്ലോകങ്ങളും പറഞ്ഞത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. കേവലമായ സത്യത്തെ അറിയുക എന്നത് മഹത്വമാർന്ന കാര്യം തന്നെ. പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹം പോലും ഇല്ലാതായി ആത്മാവിൻ്റെ മനസ്സിൽ ആണിടയണം, വാഴണം നിത്യം, വാഴണം സുഖം. ആഴണം.
അതിൽ അമർന്ന് ആണ്ട് കിടക്കുക. ആ സുഖനിദ്രയിൽ, ആ സുഖനിദ്ര ഐന്ദ്രികമായ സുഖനിദ്രയല്ല. അത് പാലാഴിയിൽ എങ്ങനെയാണോ ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിൽ ആസക്തനായിരിക്കുന്നത് അതുപോലെയാണ്. പാലാഴി എന്ന് പറയുമ്പോൾ അമൃതമായിരിക്കുന്ന കടലാണത്. അതുകൊണ്ടാണ് അതിന് വെളുത്ത നിറം, വെണ്മയാണ്, ധവളിമ. വെളുത്ത നിറത്തിൽ, വെളുത്ത നിറമെന്ന് പറയുമ്പോൾ അത് എന്ത് നിറമാണ്? എല്ലാ നിറങ്ങളും ഉത്ഭവിക്കുന്നത് ഈ വെളുത്ത നിറത്തിൽ നിന്നാണ്, വെണ്മയിൽ നിന്നാണ്. ഒരു 100 വർണ്ണരാജികൾ നമുക്ക് ഒരു ഹിമബിന്ദുവിൽ കാണാൻ കഴിയും. പക്ഷെ അതിൽ വന്ന് പതിച്ചത് ഒരു ധവളിമയാണ്, ഒരു പ്രകാശം അല്ലേ? അപ്പോൾ പാലാഴി എന്ന് പറയുന്നത് അത് അറിവിൻ്റെ കടലാണ്, സംവിത് സാഗരമാണ്, അത് ശുദ്ധമാണ്. അതുകൊണ്ടാണ് അത് വെണ്മയാർന്നിരിക്കുന്നത്. അതിലാണ് വിഷ്ണു കിടക്കുന്നത് എന്ന് പറയുന്നത്. അറിവിൻ്റെ സാഗരത്തിലാണ് കിടക്കുന്നത്, സംവിത് സാഗരമാണ്. വിഷ്ണു എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. കാരണം ഈ ലോകം മുഴുവനും പരിപാലിക്കുന്നവനല്ലേ. ലോകത്തെ പരിപാലിക്കുവാൻ അറിവ് വേണ്ടേ? ഒരു പരിപാലനം നടക്കുന്നുണ്ടല്ലോ. ഋതുക്കൾ മാറി മാറി വരുന്നു. ഒരു പ്രത്യേക വ്യവസ്ഥയിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനുസരിച്ച് ഒരു പ്രത്യേക വ്യവസ്ഥയിൽ ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് കവിഭാവനയിൽ പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു വ്യവസ്ഥയുണ്ടെന്നാണ്, ഒരു പരിപാലനമുണ്ട്. അത് മനുഷ്യ സൃഷ്ടമല്ല, അത് പ്രപഞ്ച രഹസ്യമായി തന്നെ ഇരിക്കുന്നതാണ്. അത് അദൃഷ്ടമാണ്. അദൃഷ്ടമായിരിക്കുന്നതായ, അജ്ഞാതമായിരിക്കുന്നതായ ഒരു ഈശ്വരീയമായ ഒരു നിലപാട് അതിലുണ്ട്. ഒരു ഈശനം അതിൽ നടക്കുന്നു. ഈശനം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയാണ്, ഒരു നിയമമാണ്. അതിനെ നമ്മൾ പേഴ്സോണിഫൈ ചെയ്യുമ്പോഴാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഈശനമാണ്. നമ്മൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവിടെ തത്വമാണ്. ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ അതിനെ പേഴ്സോണിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പരിപാലനം നടക്കുന്നതായ ഒരു വ്യവസ്ഥയെ പരമമായ ഒരു അറിവായിട്ട് വേണ്ടേ കാണാൻ. ആ പരമമായ അറിവിനെ ആകവേ കാണുമ്പോൾ അത് എവിടെ വസിക്കുന്നു, എവിടെ അത് വിലാസം ചെയ്യുന്നു? അതൊരു പാലാഴിയിലല്ലേ. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു പാലാഴി, നമ്മളാകവേ തന്നെ അങ്ങനെ ഒരു പാലാഴിയെ സ്വാംശീകരിച്ച് അതിൽ യോഗനിദ്ര കൊണ്ടിരിക്കുകയാണെങ്കിൽ ഗുരു അതുകൊണ്ട് പറയുന്നു, ആ യോഗനിദ്ര കൊണ്ട്, ആ യോഗനിദ്രയിൽ വന്ന് അതിൽ ആഴ്ന്ന് ആവാസിതമായി തീരുക. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് പോലെ വസിക്കുകയല്ല, ആവാസിതമായിരിക്കുക, നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ മുറിക്കുള്ളിൽ വസിക്കുകയാണ്. എന്നാൽ പാലിൽ അതിൻ്റെ വെളുപ്പ് നിറം ആവാസിതമാണ്. അതുപോലെ സമസ്ത പ്രപഞ്ചത്തിലും പരമമായ മൂല്യം ആവാസിതമാണ്. അത് അനുപ്രവേശനം ചെയ്തിരിക്കുന്നു. അത് ബാഹ്യവും ആഭ്യന്തരവുമാണ്. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നേ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിലസ്പന്ദമാകണം. അവിടെ അസ്പന്ദമായി തീരുക. കാരണം അത് ആവാസിതമാണ്. ഇവിടെ നിന്ന് പിന്നെ അവിടെ പോകണ്ട, അവിടെ പരിപൂർണം ചെയ്യാൻ. ആവാസിതമായിരിക്കുന്നു, സമ്പൂർണമായിരിക്കുന്നു. അതുകൊണ്ടത് അസ്പന്ദമാണ്. പരമേശ്വരൻ അസ്പന്ദമാണ്, നിശ്ചേഷ്ടനാണ്. അങ്ങനെ ആ നിശ്ചേഷ്ടമായിരിക്കുന്നതായ പൊരുളിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ ആവാസിതമായി കൊണ്ട് സമ്പൂർണമാക്കുക.
ജലധാനമാലം ചലദ്ഭോഗ്യമാലം ഗളാംബോധകാലം സദാധാനശീലം സുരാരാധ്യകാലം മഹേശാത്മപാലം രസക്കൊണ്ട്രപാലം